പ്രിയമുള്ളവരെ, അന്തർദേശീയ മാധ്യമങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണിത്. പ്രത്യേകിച്ചും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സാങ്കേതിക മികവ്, പതിറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു വന്ന കൊടിയ ഉപരോധത്തെ അതിജീവിച്ചുകൊണ്ട് അവർ നേടിയെടുത്ത സാങ്കേതിക മികവിന്റെ ഒരു ആഴവും പരപ്പും വ്യക്തമാക്കുന്നതാണ് പുതിയ രീതിയിലുള്ള ചർച്ചകൾ അന്തർദേശീയ മാധ്യമങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇറാൻ ഇപ്പോൾ അവരൊരു ചിത്രം പുറത്തുവിടുകയാണ്. IRGC, ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം പുറത്തുവിടുന്നത്. ആ ചിത്രം മറ്റൊന്നുമല്ല, ഇറാനെ ലക്ഷ്യമാക്കി വരുന്ന അമേരിക്കയുടെ നാവികസേനാ വ്യൂഹം, അതിലേറ്റവും പ്രധാനപ്പെട്ട എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അടുത്തു നിന്നുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പുറത്തുവിടുന്നത്. ആ ചിത്രത്തിൽ നമുക്ക് ഗൂഗിളിലും മറ്റും ഒക്കെ കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ പൂർണ്ണ രൂപം കിട്ടും. ആ ചിത്രത്തിൽ വളരെ കൃത്യമായി തന്നെ അബ്രഹാം ലിങ്കനിൽ ലാൻഡ് ചെയ്യപ്പെട്ടുള്ള യുദ്ധവിമാനങ്ങളൊക്കെ കാണാം. അതായത് വളരെ കൃത്യമായിട്ട് ആ നാവികസേനാ വ്യൂഹത്തിൻ്റെ ചിത്രമെടുക്കുവാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. പ്രത്യേകിച്ചും അമേരിക്ക ആ കപ്പലിൻ്റെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഓഫ് ചെയ്തിട്ടാണ് ആ കപ്പൽ ഇറാൻ തീരത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് വളരെ കൃത്യമായി തന്നെ ആ കപ്പൽ എവിടെയാണ് എന്ന് ഇറാൻ്റെ ഡ്രോണുകൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ചിത്രമെടുക്കുന്നത് അത് ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അതായത് ഇനിയും ദൂരപരിധി ലംഘിച്ച് തങ്ങളുടെ തീരത്തേക്ക് എത്തിയാൽ ഒരുപക്ഷെ ഇറാൻ ആ കപ്പലുകളെ ആക്രമിച്ചേക്കാം, അല്ലെങ്കിൽ ഇറാൻ്റെ ഡ്രോണുകൾക്ക് ആ കപ്പലുകളെ ആക്രമിക്കുവാനുള്ള സംഹാരശേഷിയുണ്ട് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് ആ ചിത്രങ്ങൾ എന്ന ഒരു ചർച്ച വരികയാണ്. വളരെ ക്ലോസ് ആയിട്ടുള്ള ചിത്രമാണ്. ആ ചിത്രം നമ്മൾ നോക്കിയാൽ ഈ വളരെ കൃത്യമായിട്ട് തന്നെ അബ്രഹാം ലിങ്കനിൽ ലാൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളൊക്കെ കാണുവാൻ കഴിയും എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇറാൻ അവരുടെ നൂറുകണക്കിന് ഡ്രോണുകൾ ഒരേ സമയം ആക്രമിച്ചാൽ ഒരുപക്ഷെ ഈ എബ്രഹാം ലിങ്കൻ്റെ പിറകിലുള്ള കപ്പലുകൾക്ക്, ആ കപ്പലുകളാണ് എബ്രഹാം ലിങ്കന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വരുന്നത്, അതിലാണ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെയും സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന് ഒരുപക്ഷെ ഇറാൻ്റെ ഡ്രോണുകളെ, തുടരെ വരുന്ന ഡ്രോണുകളുടെ ആക്രമണം തടയുവാൻ പറ്റിയ ശേഷി ഉണ്ടായില്ല എന്ന നിഗമനങ്ങളിലെത്തുകയാണ്. അതായത് ഒരുപക്ഷെ ഡ്രോണുകളുടെ ആക്രമണത്തിൽ ഈ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പലിന് നാശം സംഭവിച്ചേക്കാം എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ വരികയാണ്. കാരണം ആയിരക്കണക്കിനോ നൂറുകണക്കിനോ ഡ്രോണുകൾ ഒരേ സമയം വിക്ഷേപിച്ചാൽ ഒരുപക്ഷെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, താട് പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് എല്ലാ മിസൈലുകളെയും ഒരേ പ്രാവശ്യം ഒരേ ടൈമിൽ പ്രതിരോധിക്കുവാനുള്ള കഴിവുണ്ടാകില്ല. നേരത്തെ ഇറാൻ ഇസ്രായേലിൽ പരീക്ഷിച്ചതും അത്തരം ഒരു തന്ത്രമായിരുന്നു. നൂറുകണക്കിന് ഡ്രോണുകൾ അല്ലെങ്കിൽ മിസൈലുകൾ ഒരേ സമയം വിക്ഷേപിക്കുക. കുറച്ച് മിസൈലുകളെയോ ഡ്രോണുകളെയോ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തടഞ്ഞു നിർത്തുവാൻ കഴിയും. കുറച്ചധികം ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു തന്ത്രം ഒരുപക്ഷെ ഇറാൻ ഇവിടെ പരീക്ഷിച്ചേക്കാം എന്ന നിഗമനം നടത്തപ്പെടുകയാണ്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അവർ സാങ്കേതിക തികവും മികവുമുള്ള രാജ്യമാണ്. അവരൊരു പക്ഷേ ഇറാൻ്റെ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത്, സാങ്കേതികമായ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത് അങ്ങനെ വിക്ഷേപിക്കുവാനുള്ള കാര്യങ്ങളിലൊക്കെ തടസ്സം ഉണ്ടാക്കിയേക്കാം എന്ന നിഗമനങ്ങളും നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് സംഘർഷം കൂടുതൽ മൂർച്ഛിക്കുന്നു എന്ന് തന്നെയാണ് വിശകലനങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.